ഹലോ, എല്ലാവർക്കും സുഖമാണോ? ദീപാവലിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും ദീപാവലി ആഘോഷിച്ചോ? ഞങ്ങളിവിടെ ആഘോഷിച്ചില്ല കേട്ടോ. കാരണം വൈകുന്നേരം ഭയങ്കര മഴയായിരുന്നു. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിൽ ഫ്രിഡ്ജ് തുറന്നിട്ടാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അത് ഫ്രീസറിൽ മൊത്തം ഐസ് കട്ട പിടിച്ചിട്ട് ഞാനത് പോകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് തുറന്നിട്ടാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരാറുണ്ട്. ഞാനിങ്ങനെ ചെയ്തു കൊടുക്കും. ഇപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നുണ്ടല്ലോ, തേൻമിഠായി ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കാന്ന് കരുതി കേട്ടോ. ഞാൻ ഏതോ ഒരു ചേച്ചിയുടെ വീഡിയോയിൽ കണ്ടതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ഒന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കാം. എന്തായാലും അരി വൈകുന്നേരത്തേക്ക് അരയ്ക്കാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് കുറച്ചെടുത്തൊന്ന് പരീക്ഷിച്ച് നോക്കാന്ന് കരുതി. ഞാനിത് മുമ്പ് ഉണ്ടാക്കി നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ പരീക്ഷിച്ച് സക്സസ് ആയാൽ മാത്രമാട്ടോ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുള്ളൂ. എൻ്റെ കയ്യിൽ കളറിന് വേണ്ടിയിട്ട് ബീട്രൂട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാട്ടോ ഞാൻ ഈ ഫുഡ് കളർ ചേർത്ത്. എനിക്കറിയാതെ അത്ര ഹെൽത്തി അല്ലാന്ന്. അങ്ങനെ ഞാനത് കുറച്ച് ചേർത്ത് മിക്സ് ചെയ്തു. പിന്നെ ഇത് ഇച്ചിരി ലൂസായിട്ടാട്ടോ എനിക്ക് മാവ് അരഞ്ഞ് കിട്ടിയത്. അപ്പോൾ അത് കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു ഇതങ്ങനെ പൊങ്ങിയൊന്നും വന്നില്ല. ഇനി പഞ്ചസാര ലായനിയും കൂടെ ഉണ്ടാക്കാൻ വെക്കാം കേട്ടോ. അതവിടെ ഇരുന്ന് ആവണ്ട്. ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും. ഇത് ഉണ്ടാക്കിയെടുത്തപ്പോൾ ഇത് ഇങ്ങനെയാട്ടോ ഇത് കിട്ടിയത്. ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചു നോക്കിയതാണ്. ചുമ്മാ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉപ്പ് ചേർത്ത് ഏകദേശം ഉപ്പും കൂടെ ചേർത്തിട്ടാട്ടോ ഉണ്ടാക്കിയത്. പിന്നെ ഇത് ചൂടാറി കഴിയുമ്പോ പഞ്ചസാര ലായനിയിൽ ഇടാനുള്ളതാണല്ലോ. ഇനി ചുമ്മാ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. വെന്തോന്നറിയാൻ വേണ്ടിട്ട് എടുത്ത് നോക്കിയതാ. നല്ല ടേസ്റ്റ്, പറക്കി കഴിച്ചോണ്ടിരിക്കും. പരീക്ഷണമായതുകൊണ്ട് ഞാൻ മാവ് അധികം ഒന്നും എടുത്തില്ല. ഇതേ ഇത്ര ആയിട്ട് ഉണ്ടാക്കിയുള്ളൂ. ഇതിപ്പോ ജിലേബിയാണോ തേൻമിഠായി ആണോ എന്നറിയാൻ പറ്റാത്ത അവസ്ഥയാട്ടോ. കാരണം ഇത് പ്രത്യേകിച്ച് ഷേപ്പൊന്നും ഇല്ല. ഒന്നാമത്തെ കാര്യം നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കണേയാണല്ലോ. ഷേപ്പില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ. പിന്നെ എൻ്റെ കുഞ്ഞ് ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും അമ്മേ സൂപ്പറാന്ന് പറയണ കുഞ്ഞായതുകൊണ്ട് കുഴപ്പമില്ല. അവൾക്ക് ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും അത് അമൃതാണ്. നിങ്ങളുടെ വീട്ടിലുണ്ടോ അതുപോലെ അമൃത കുഞ്ഞുങ്ങള്? അപ്പൊ ഇത് ഇനി പഞ്ചസാര ലായനിയിൽ ഇട്ട് നോക്കാം കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി വെച്ചതും പഞ്ചസാര ലായനിയും ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാനത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കുറച്ചധികം നേരം വെച്ചു കേട്ടോ. അത് നന്നായിട്ട് അതിനകത്തേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അധികം നേരം വെച്ചത്. അപ്പം ഞാനത് പഞ്ചസാര ലായനിയിൽ ഇട്ട് വെച്ചാണ് കേട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോൾ വന്ന് നോക്കാം എന്താകും അവസ്ഥ എന്നുള്ളത്. നല്ലതാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഉണ്ടാക്കും, ഇല്ലെങ്കിൽ അതിൽ വെച്ച് നിർത്തും. പരീക്ഷിച്ച് നോക്കിയതാണല്ലോ. അപ്പം നല്ലതാണെങ്കിൽ കുറച്ചുകൂടെ ഉണ്ടാക്കി നോക്കാം. പഞ്ചസാര ലായനിയിൽ ഇത് എടുത്തു കേട്ടോ. പിന്നെ എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. ഇത് പക്ഷേ തേൻമിഠായി പോലെ വന്നിട്ടൊന്നുമില്ല. കഴിച്ചു നോക്കാം. ഇത് തേൻമിഠായിയുടെ ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ വന്നേ. പക്ഷെ ഭയങ്കര രസമുണ്ട്. ചുമ്മിരുന്ന് കഴിച്ചോണ്ടിരിക്കാൻ തോന്നും. ഇപ്പൊ എന്താ പറയണ്ടേ, ജിലേബി എന്നും പറയുമ്പില്ല, തേൻമിഠായി എന്നും പറയുമ്പില്ല, വേറെ എന്തോ സംഭവമായി കിട്ടിയിട്ടുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. ചുമ്പെടുത്ത് കഴിച്ചോണ്ടിരിക്കാം. എന്തായാലും കുഞ്ഞിനെ ഇഷ്ടപ്പെടും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.